എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ പടമുകളിൽ പ്രവർത്തിച്ചു വരുന്ന സ്മാർട്ട് കോച്ചിങ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത്തവണയും 17ാമത്തെ കൊല്ലം ഇത്തവണയും എല്ലാ കൊല്ലവും നടത്തി വരുന്ന പോലെ തന്നെ വാർഷിക ആഘോഷങ്ങളും അതുപോലെ ഇഫ്താർ സംഗമങ്ങളും മറ്റ് ജനകീയ പങ്കാളിത്തോടുള്ള വിപുലമായ ആഘോഷ പരിപാടികൾ ഇവർ നടത്താറുണ്ട്. അപ്പോൾ ഈ 2026-ലും അത് മതസൗഹാർദ്ദ ഒരു സദസ്സ്, അതായത് ഇഫ്താർ സംഗമം നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 500ഓളം പേരാണ് ഇത്തവണ ആ സദസ്സിൽ പങ്കെടുത്തത്. വളരെ സന്തോഷം തോന്നി. എന്നെയും ക്ഷണിച്ചിരുന്നു. അതിൻ്റെ അകത്ത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട പടമുകൾ മസ്ജിദിലെ ഇമാം സൈദുദ്ദീൻ ഹുദവി, അതുപോലെ നമ്മുടെ അതിനോട് ചേർന്ന് തന്നെ പടമുകൾ തൊട്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തി കണ്ണൻ, അതുപോലെ തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ റാഷിദ് ഉള്ളംപള്ളി, മറ്റ് കൗൺസിലർമാരും മറ്റ് ഭാരവാഹികളൊക്കെ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഒരു ഇത്തിരി വൈകിപ്പോയി, എന്നാലും എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റി. എന്നെ ക്ഷണിച്ചിരുന്നു. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നു. അതും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. മറ്റൊന്നുമല്ല, എനിക്കൊരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. കാരണം ഇപ്പോൾ ഈ മതത്തിൻ്റെ പേരും രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ എന്തൊക്കെയാണ് നമ്മുടെയൊക്കെ ചുറ്റിൽ നടക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യം നാം എല്ലാം മനുഷ്യരാണെന്നുള്ളൊരു ചിന്ത നമുക്കുള്ളിലുണ്ടാവണം. ബാക്കിയെല്ലാം അതിന് ശേഷിയുള്ളതെന്ന് ചിന്തിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നടക്കേണ്ടത്. നേരെ തിരിച്ചാണ് കൂടുതൽ നടക്കണം. അത് നമ്മൾ നോക്കണ്ട. ഇതൊരെണ്ണം കൊണ്ട് ഒരു 10 പേര് ഇതേപോലെ ചെയ്യാൻ തുടങ്ങി. അതാണ് നമ്മളുടെ വിജയം. അതിനുവേണ്ടി തന്നെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്നെ ഈ ഒരു ക്ലബിൻ്റെ ഭാരവാഹികൾ ഷമീറും മറ്റ് ഭാരവാഹികൾ, ഷമീറിൻ്റെ വീഡിയോ കാണിച്ച് എല്ലാവരും എനിക്ക് കിട്ടിയിലെടുക്കാൻ ഞാൻ വൈകിയാണ് ചെന്നതെന്നും പറയും. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതിൽ. ഇനിയും ഇവരുടെ ക്ലബിൻ്റെ പരിപാടികൾ ഇതേപോലെ ഗംഭീരമായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട കാഴ്ചകളായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, താങ്ക് യു.